എത്ര പെട്ടെന്ന് അമ്മയല്ലേ കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് പറയാനുണ്ട കാലം കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. കൊണ്ടേയിരിക്കും, നമ്മളും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ കൂടെ പഠിച്ച രാജേഷ് ഇല്ലേ അമ്മ പണ്ട്, മറ്റേ അവൻ അറ്റാക്ക് വന്നു. അത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ. അത് തന്നെ എന്നാ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ നിന്നിട്ട് എന്തോ പെട്ടെന്ന് ബി പി അങ്ങോട്ട് കയറിട്ട് ആളങ്ങ് പോയി. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞ പ്രായം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ആര് എപ്പോ ഒന്നും അറിയാൻ വയ്യമാണ്. എന്തായാലും ചിന്തിക്കാനൊന്നുമില്ല, ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല. അമ്മ പറയുകയാണ് ചിന്തിച്ചാ അന്തമില്ല, ചിന്തിച്ചില്ലേ ഒരു കുടുംബമില്ല. എന്നാ ചിന്തിക്ക ചൂടാ അല്ലടാ, തണുപ്പിക്കൊന്നും വേണ്ട, ഇച്ചിരി ചൂടുണ്ടെങ്കിലേ കുടിക്കാനൊരു സുഖമുള്ളു. നമ്മുടെ തൈലം തീർന്നായിരുന്ന? അല്ല, ഇത് ഇരിപ്പുണ്ട്, കുറച്ചിരിപ്പുണ്ട്. എടാ അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്നു എനിക്ക്. എൻ്റെ അതൊക്കെ അങ്ങ് കട്ട പിടിച്ചിരിക്കുന്നു, എണ്ണയും തൈലവും ഒക്കെ. ചിലപ്പോൾ തണുപ്പാകുമ്പോൾ കട്ടി പിടിക്കും. പണ്ട് നമ്മൾ കണ്ടിട്ടില്ല അമ്മ ഈ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന സാധനം എണ്ണയൊക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി ഇടും നല്ല തണുപ്പുള്ള സമയത്ത്. ഫോൺ അവിടെ വെച്ചാ. ആ സർ, അതെ അതെ. ആ പുതിയ ബാച്ച്. ഓ ഞാൻ അറിഞ്ഞാണ് സാർ, അറിഞ്ഞായിരുന്നു. ആ സാർ ഞാനോ? കുഴപ്പമില്ല സാർ. ശരി. ഓ താങ്ക് യു. ശരി സാർ. ഞാൻ നാളെ രാവിലെ എന്തായാലും സാറിൻ്റെ അടുത്തോട്ട് വരാം. ശരി സാർ. സാർ എന്താ? അല്ല, പുതിയ ബാച്ച് വന്നിട്ടുണ്ട് പോലീസിന്റെ. അപ്പൊ അവർക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനായിട്ട് സമയമുണ്ടോ കനകാന്ന് ചോദിക്കുന്നുണ്ട്. കുറെ നാളായില്ല ക്ലാസ് ഒക്കെ എടുത്തിട്ട്. ഇപ്പൊ വേറൊരു സാർ ഉണ്ടായിരുന്നു. അപ്പൊ സാറിനാണ് ഇപ്പൊ ഇടയ്ക്ക് കൂടുതൽ ക്ലാസ് കിട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ പഴയ കുറെ ആൾക്കാർ പറഞ്ഞു കനകനല്ലേ കുറച്ചുകൂടി നന്നായി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതായത് മറ്റേ സാറിനെ വെച്ചപ്പോ കനകൻ എന്തോ വിഷമം ഉണ്ടായിരുന്നോ, ഇപ്പൊ തന്നെ വിളിക്കുന്നത് വിഷമമൊന്നുമില്ല. ഞാൻ അങ്ങനെ നമുക്കിപ്പോ എന്തല്ലേ അമ്മ, നമുക്ക് അല്ല ഒരു കണക്കിന് ആ സാർ വന്ന് നന്നായി. ആ സാർ വന്ന് പഠിപ്പിച്ചപ്പോഴല്ലേ നമ്മുടെ കുറച്ചുകൂടി നല്ലതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. കമ്പയർ ചെയ്യപ്പെടുമ്പോഴാണല്ലേ അല്ലേ. ഇപ്പൊ നേരെ മറിച്ച് ഞാൻ തന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ കൊള്ളാമോ ഇല്ലെന്നുള്ള ഒറ്റ ഇതിലങ്ങ് പോവേല്ലേ. വേറെ ആളൊന്ന് പഠിപ്പിച്ചപ്പോ സാറ് ഞാൻ കുഴപ്പമില്ല നാട്ടിൽ അവര് വരാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ മറ്റേ സാറത് ഏറ്റെടുത്തോടുകൂടി പിന്നെ സാധാരണ ഉള്ള ഒഫീഷ്യൽ ഇപ്പൊ ക്ലാസ് എടുപ്പ് ഇല്ലായിരുന്നല്ലോ അമ്മ. അപ്പൊ ഒഫീഷ്യൽ തുടങ്ങാം. അപ്പൊ അതിനുമ്പ് നിങ്ങൾ ഒന്ന് സജ്ജരായിക്കോളൂ. ഇവിടുത്തെ പട്ടാള പോലീസുകാരെല്ലാം റെഡി ആയിക്കോ. ചെറിയ ക്ലാസ് ഉണ്ട്. എനിക്ക് ഇത്തിരി മോട്ടിവേഷൻ കുറവ് മതി. അല്ല, നിന്റെ ഇപ്പോഴത്തെ ജോലി തീരട്ടെ. ഇപ്പോഴത്തെ ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വാ, മക്കളെ കൂട്ടിക്കോ. ശരി, ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ അങ്ങ് തുടങ്ങാം. രാവിലെ എന്താ കഴിക്കാൻ ഇവിടെ? രാവിലെ കഴിക്കാൻ എന്തുകൊണ്ട്? പുട്ടും കടലക്കറി. പുട്ടും കടലക്കറി. ഇതെല്ലാം ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ പുട്ടും കടലക്കറിയും കൂടെ. പുട്ട് നല്ലതല്ലേ? പിന്നെ നെഞ്ചരിച്ചില്ല ഏറ്റവും നല്ലതാ പുട്ട്. നെഞ്ചരിച്ചില്ല. തമ്മ കഴിച്ചില്ലേ? എനിക്ക് വേണ്ട പുട്ടൊന്നും. എന്നാ പിന്നെ എന്നെ വേണ്ട എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എന്താന്ന് നിങ്ങൾക്ക് ഈ പുട്ടേ അറിയാവോ? ഇനിയിപ്പോ ഉണ്ടാക്കിട്ടപ്പോഴാ? ഇനിയിപ്പോ ഉണ്ടാക്കിട്ടപ്പോഴാ? ചേച്ചി ഇന്നലെ രാത്രി കടല വെള്ളത്തിലിടാൻ പോയി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാണ് പുട്ടുണ്ടാക്കട്ടെ, അരിപ്പുട്ട് ഉണ്ടാക്കട്ടെ എന്ന്. അപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. ഇപ്പൊ പറയുവാണ് പുട്ട് വേണ്ടെന്ന്. എന്റെ ദൈവമേ, ഞാനൊന്നും കേട്ടില്ല. എന്തോന്ന് കഷ്ടം ഇത്, ഞാൻ കേട്ടില്ല. ശരി അമ്മ കേട്ടില്ല. പുട്ട് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഉപ്പ ഉണ്ടാക്കി തരാം. ഉപ്പുമാവ് പിന്നെ പാട്ടാണ് നെഞ്ചരിച്ചല്. ഉപ്പുമാവല്ലേ എടി പിന്നെ അരി കൊണ്ട് നിങ്ങൾക്ക് വേറെ പലഹാരം ഒന്നും ഉണ്ടാക്കാറുണ്ടൂടെ? അല്ല എനിക്ക് അറിയാൻ ചോദിക്കാം. വേറെ എന്തുണ്ടാക്കണേ? എന്താണ്? ഇഡലി, ഇടിയപ്പം. ഇഡലിയും അപ്പം ഒന്നും ഇവിടെ ഉണ്ടാക്കാറില്ലേ? അമ്മയുടെ വർത്തമാനം കേട്ടതൊന്നും ഇവിടെ ഈ ഉപ്പുമാവും പുട്ടും മാത്രം ഉണ്ടാക്കുള്ളൂ. അത് മാത്രമേ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെയും പുട്ട്, അവിടെയും പുട്ട്, ഇന്നലെയും പുട്ട്, എന്നും കുന്നും വല്ലപ്പോഴും
വാ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ഇരിപ്പുണ്ട് നമ്മുടെ ബ്രെഡ് ആവിയേറ്റ് തരട്ടെ. എന്നെ കൊണ്ട് ബ്രെഡ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഇപ്പൊ പറ്റുന്ന കാര്യം അതല്ലേ ഉള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? ഇനിയിപ്പോ എപ്പോഴാ ഉണ്ടാക്കി തരുന്നത്? അമ്മ എന്താ അമ്മ? പുട്ടാണ് ഇവിടുത്തെ ഇപ്പൊ പ്രശ്നം. പുട്ട് വേണ്ടെന്ന്, നെഞ്ചരിച്ചിലുണ്ടാവുമെന്ന്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അത് തോന്നുന്നു. പറയണ്ടേ, അത് പറയാതെ ചേച്ചി എടുത്ത് വന്ന് പരാതി അത് ഇവിടെ പറയുക. അമ്മ എന്തിനാ അവിടെ പോയി പരാതി വേണ്ടത്? അവിടെ പറഞ്ഞ പോരെ. ഞാനാ പറഞ്ഞത് ഞാൻ ഇവിടെ എന്താ അങ്ങനല്ല, കഴിക്കാൻ നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ. ആര് വേണം എന്ത് പറഞ്ഞു. ഞാൻ അവിടെ ഒരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് ഉള്ളതാണ്. അതൊന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തോണ്ടിരിക്കുകയാണ്. ആളുകൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്റെ വീട്ടുകാരെ എങ്ങനെ ആയപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പഴങ്കഞ്ഞി ഇഷ്ടമല്ല, അത് അരച്ചിട്ടുണ്ട്. വാ വന്ന് പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? എന്തെങ്കിലും ഒക്കെ ചോദിക്കുമ്പം അവനത് അങ്ങ് തീരുവല്ലേ. ഞാനിവിടെ നിൽക്കും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നീ അവനോട് പോയി അന്ന് പോലും നീ അനുസരണയില്ലാത്തോളായി മാറി. ദേ ആ ദേഷ്യം ഒന്നും നല്ലതിനല്ലടി. അല്ല പിന്നെ എന്തേലും പറഞ്ഞു, ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന്. മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് പുള്ളിക്കുള്ളത്. പുള്ളി ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി, ഒരുപാട് ആശ്രമങ്ങളിൽ പോയി. പക്ഷെ അവർക്ക് ആർക്കും മനസ്സിന് സമാധാനം കിട്ടുന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ മുഴുവൻ അയാൾ സഞ്ചരിച്ചു. ഹിമാലയ സാനുക്കളുടെ അരികിലേക്ക് പോയി. അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ ചോദിച്ചു എന്താണ് പ്രതിവിധി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് ദിവസം താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ താമസിച്ചു. അപ്പൊ താമസിച്ചിട്ട് ഈ മനുഷ്യരോട് ആരും ചോദിക്കുന്നില്ല എന്താ ഏതാന്ന് ചോദിക്കുന്നില്ല. അപ്പൊ ഇയാൾക്ക് വലിയ വിഷമം, ഞാൻ ആരാണ് വന്നത് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നില്ല. അപ്പൊ അത് എന്താ ആരും ചോദിക്കാത്തത്? അപ്പൊ ഇങ്ങനെ ഇവിടെ ആരും ചോദിക്കില്ല, കാരണം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. മോനെ ഇങ്ങനെ കഥ കാര്യം മോൻ എഴുന്നേറ്റിരിക്കേ മക്കളെ. അല്ല അവന് വയ്യെന്ന് തോന്നുന്നു, അവനെ കൊണ്ട് കിടത്തായിരുന്നു. ഇത് നമ്മൾ പറയുന്ന 4ാമത്തെ കഥയാണ്, മറന്നുകൊണ്ട. രണ്ടാമത്തെ ഇനി മറ്റൊരു കാര്യം വെച്ചാല് നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി അത് കൊടുക്കുക, അതൊരു ഉപകാരമായി തീരണം. എന്താ മക്കളെ? ഇല്ല ശ്രദ്ധിക്കണേ. മക്കൾക്ക് ഉറക്കം വരുന്ന ഉറക്കം വരുന്നത്, ഇവനെ കൊണ്ട് കിടത്തട്ടെ ഞാൻ. മക്കള് പോയി കിടന്നു. അല്ല മോളും പോണം. അല്ല ഇവന് ഒറ്റയ്ക്ക് ഞാൻ വരാം, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാം. ദാനധർമ്മത്തിൽ കേൾവി കേട്ടവനാണ് കർണൻ. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് മക്കളെ. ഇരിക്കാൻ വയ്യ എനിക്ക്. ഈ പൂരുവേദന ഗുളിക കഴിച്ചിരിക്കല്ലേ അമ്മ. ഇത് കേൾക്കും തോറും നമുക്ക് അതെനിക്കറിയാം. പക്ഷെ ശരി ഒന്ന് കിടന്ന് വയ്യ. ഇതൊക്കെ ഞാൻ പണ്ടേ പഠിച്ച കഥകളാണ്. ഇവന് പറഞ്ഞു കൊടുക്കുക, അവനാണ് ഒരു രീതിയിലും നല്ലതുപോലെ പറഞ്ഞു. ഇനി വയ്യ, ഒന്ന് കിടക്കട്ടെ. വയ്യ, കാലിൻ്റെ വേദന. അതായത് നേരെ ഇരിക്കണം. ഈ പാണ്ഡവരിൽ ഏറ്റവും മുതിർന്ന ആളാണ് കർണൻ. മനസ്സിലല്ലേ? ധർമ്മപുത്രർക്ക് മുകളിലുള്ള ആളാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സൂര്യഭഗവാനിൽ കുന്തിദേവിക്കുണ്ടായ പുത്രനാണ്. ഈ കവചം കൊണ്ട് വെച്ചാല് സൂര്യന്റെ പുത്രനാണല്ലോ. അപ്പൊ ജന്മനാ തന്നെ പ്രൊട്ടക്ഷനായിട്ട്, അമ്പുകൾ ഏൽക്കാതിരിക്കാനായിട്ട് ഒരു കവചമായിട്ട്, ജീവിത കവചം. പോലെ പടച്ചട്ട പോലെ സാധനം. ബാഹുബലിയൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ? എനിക്കിത് അറിയത്തില്ല, നിങ്ങളുടെ പുരാണം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇതൊക്കെ എല്ലാരും അറിഞ്ഞിരിക്കട്ടെ. ഇത് ബേസിക് ഇത്രയേ ഉള്ളടാ. ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, നമുക്കുള്ളത് മറ്റൊരാൾ ചോദിച്ചാൽ സ്വമനസ്സോടെ കൂടി ഇഷ്ടത്തോടുകൂടി കൊടുക്കുക എന്നുള്ളത്. അച്ചമ്പി കുളങ്ങാള പള്ളിയുടെ പുറയില് ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളി ഇതേപോലെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത്. പുള്ളി പള്ളി പരിപാടിക്ക് മോട്ടിവേഷൻ ക്ലാസ് വെച്ചപ്പോഴും പുള്ളി പറഞ്ഞു, നമ്മൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. തീർച്ചയായും ബൈബിളിൽ യേശു ക്രിസ്തു അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗിച്ചു. എന്നിട്ട് ആ വർഷം തന്നെ കൊടങ്ങാവള കൺവെൻഷൻ വന്നപ്പോഴത്തേന് പിരിവിന് അങ്ങേറെ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ 10 പൈസ തന്നില്ല. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. മൂത്തമോ സ്വിറ്റ്സർലൻഡ്, ഇളയമോ ലണ്ടനിലൊക്കെ അങ്ങേരെ ഉള്ളവനാണ്. പക്ഷെ ഇല്ല. അപ്പോൾ ഇതൊക്കെ വാക്കാല് പറയാൻ പറ്റും, ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. മനുഷ്യനേതോ മനോജ്ഞനാമം, അവന്റെ രൂപം അതിലും മനോജ്ഞം, അവന്റെ ചിത്തിൽ പെടും വനത്തെ തെളിക്കിലേ പേര് അനുയോജ്യമാകുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ നാമമാണ്. അവന്റെ രൂപം അതിനേക്കാൾ മനോഹരമാണ്. പക്ഷെ അവന്റെ ചിത്തിൽ, അവന്റെ മനസ്സിൽ പെടും വനത്തെ, ഇത്തരം ദുഷ്ചിന്തകളെ തുടച്ചു നീക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യൻ എന്ന പദത്തിന് അർഹനാകൂ. എങ്ങനെയാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക, ഇല്ലേ? അച്ചമ്പി ഒരു ലേബറില്ല കേട്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. അത് അദ്ദേഹം ചെയ്ത മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ആണെന്ന് പറയാൻ പാടില്ലായിരുന്നു. ആ സ്ഥാനത്ത് മച്ചമ്പി ആയിരുന്നെങ്കിൽ
ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ട, ഞാൻ മച്ചമ്പിയുടെ ഒരു സഹായം ചോദിക്കുന്നത്, മച്ചമ്പി ചെയ്യൂ? എത്രയോ പ്രാവശ്യം തന്നിരിക്കുന്നു. ചെയ്യുമല്ലോ? തന്നിട്ടുണ്ടല്ലോ ധാരാളം. അങ്ങനെയാണ് എനിക്ക് 1,000 രൂപ ചോദിച്ചിട്ട്. 1,000 രൂപ റോസ്മരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. റോസ്മരിക്ക് എന്ത് പറ്റി? റോസ്മരിക്ക് ഇപ്പം മറ്റേ വരിസംഖ്യ കെട്ടേണ്ട പൈസ ഓനില്ലാത്തതിന് കൊടുക്കണമെന്നാണല്ലോ. ലില്ലി, എന്തോ ഇങ്ങ് വന്ന്. എന്തേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു? നീ എന്തോ തിരക്കാണെന്ന് പറഞ്ഞാണല്ലോ ചർച്ചക്കിടയിൽ പോയത്. എന്തെല്ലാം ലോക വിവരങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്നറിയാവോ? നീ രണ്ടാമത്തെ കഥ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയാളാ. നീ തിരിച്ചു വരാന്ന് പറഞ്ഞാണ്, നീ വന്നില്ല. തിരക്കില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാ. എന്ത് പറ്റി? പിന്നെ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. എവനൊന്ന് 1000 രൂപ. എന്തിന്? റോസ്മേരിക്ക് എന്തോ സുഖമില്ലാന്ന്. അല്ല, വരിസംഖ്യ വരിസംഖ്യ. വരിസംഖ്യ ഇവിടെ സഹകരണ ബാങ്കിന് വരിസംഖ്യ കെട്ടാൻ വേണ്ടിട്ടേ ഒരു 1000 രൂപ കൊടുത്തേക്ക്. ഓഹോ, കഥ കേട്ടല്ലേ ഇരുന്ന്? അതുമായിട്ട് ബന്ധമില്ല. ബാബാ, സത്യം പറഞ്ഞാണ്ടല്ലോ, ജീവിക്കുന്ന പുണ്യാത്മാക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മച്ചമ്പിയായിട്ട് ജനിക്കാൻ സാധിച്ചതൊരു പുണ്യമായിട്ട് പറഞ്ഞ പോലെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു മച്ചമ്പി? ലില്ലിപ്പെണ്ണേ, ഇല്ലേ? എന്തോ ഒന്ന് ഡീ ഇറങ്ങിയ പിന്നെ ഇറങ്ങാൻ നേരത്തെ എന്നെ ഒന്ന് വിളിക്കണം. ഇറങ്ങി അപ്പോഴാണ് വിളിച്ചത്. അതല്ല, തിരിച്ചിങ്ങോട്ട് വരാൻ കുറച്ച് സാധനം മേടിക്കണം അടുക്കളയിലേക്ക്. എന്താ? ഞാൻ ലിസ്റ്റ് അയച്ചേക്കാം, വാട്സാപ്പിൽ അയക്കാം. നീ വല്ല സഞ്ചി വല്ലോണ്ട് അതിന്റെ ബാക്കിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതിൽ ഉണ്ടല്ലോ. എണ്ണയൊന്നും ഇല്ലല്ലോ? വേണ്ട വേണ്ട, എണ്ണയല്ല, കുറച്ചേ ഉള്ളിയും സവോള ഒക്കെ. നീ ഒരു പേപ്പറിൽ എഴുതി വാട്സാപ്പ് ചെയ്താൽ മതി. മച്ചമ്പി പോയില്ല. പിന്നെ മച്ചമ്പി ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, മറ്റേതറിയോ? മൈൻഡ് റീഡിങ്. പിന്നെ നിന്റെ മൈൻഡ് റീഡ് ചെയ്യില്ല. പിന്നെ മുഖത്തുണ്ടായിരുന്നു എന്തോ കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ മറ്റേ ആ മച്ചമ്പയുടെ കൂട്ടുകാരൻ ജയപ്രകാശ് ഇല്ലേ, ജ്യൂസ് കട, പുള്ളിക്ക് ഞാൻ ആ കട എടുത്തു കൊടുത്തതും പെയിന്റിങ്ങിന് ആളിനെ ഏർപ്പാടാക്കിയും ചരിപ്പിന്റെ ഷീറ്റിനെല്ലാം സെറ്റാക്കി ഞാനാണ് കൊടുത്തത്. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മാസം വാടക കമ്മീഷൻ കിട്ടണ്ടേ? തന്നില്ലായിരുന്നു. പുള്ളി അന്ന് തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒഴിവഴി പറയാ. അത് തരാത്തത്? ആ, അതുള്ളാലോ. ഇപ്പോഴും പോയി. ഇപ്പൊ അകത്തുണ്ട് പുള്ളി. എന്നിട്ട് പെണ്ണുപിള്ളെ കൊണ്ട് പറഞ്ഞ് ഞാനിവിടെ ഇല്ല, വിളിച്ചാൽ മതി, അല്ല ഞാൻ വരട്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവ്. കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുവാ? അതല്ല, ജയപ്രാശ് അങ്ങനെ തരാതിരിക്കുന്ന ഒരാളല്ലടാ. സംഭവം വെച്ചാല് ഇതിപ്പോ ഇല്ലാത്ത പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ചിട്ടാണ് ഒരു കട എടുത്തത്. ഇപ്പൊ കട തുടങ്ങി ഒന്ന് റൺ ചെയ്ത് വരുമ്പോ അകത്ത് ആളിരുന്നിട്ട് വന്ന് പറഞ്ഞാ പോരെ? പുള്ളി മുഖതാവിൽ എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല. എനിക്കാണ് റോസ്മേരിക്ക് പൈസ ഇട്ട് കൊടുക്കണം. അതിനാ അപ്പൊ എന്നെ മേടിച്ചിട്ട് 1000? അല്ല, 1000 അല്ല, അവർക്ക് 12,500 കൊടുക്കണം. അത് 1000 കൊടുത്തുള്ളൂ, ബാക്കിയൊക്കെ ഇന്ന് കൊടുക്കണം. മറ്റേ സഹകരണ ബാങ്കിലെ വരിസംഖ്യ കെട്ടേണ്ട സമയമായി. വെച്ചമ്മ നമ്മൾ ഇത് കൊണ്ടല്ലേ ജീവിക്കുന്ന വെച്ചമ്മി. ആകെ 3000 രൂപ ഒരു കടവാടകേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മച്ചമ്പി പോലീസ് ഭാഷയിലൊന്ന് വരട്ടി പറഞ്ഞാൽ തീരാന്ന കേസേ ഉള്ളൂ. പോലീസ് ഭാഷ. പോലീസ് ഭാഷ എന്തൊരു ഭാഷയുണ്ടോ? മച്ചമ്പി ഇവിടെ ഇപ്പൊ ഈ നോട്ടം ഉണ്ട്, ഇത് തന്നെ പോലീസ് നോട്ടമല്ലേ? ഇത് സാധാരണ നോട്ടം. ഞാൻ തന്നെ കൂട്ടുകാരല്ലേ, പറഞ്ഞപ്പോരെ ജയപ്രാശിന്റെ അടുത്ത് തിരിച്ചു വെക്ക. എവനെ തലയിൽ ഞാൻ കണ്ടാലേ നമ്മൾ തിരിഞ്ഞു വന്നുള്ളേ. ഒന്ന് പറയുന്നു, പോന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പോയി മേടിക്കായിരുന്നു. ഞാൻ അവിടെ ഉണ്ടാവും നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാനിവിടെ വരാം. എന്നെ നിർത്തിക്കൊണ്ട് നിന്നെ നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റൂലല്ലോ. നിന്നെ നിർത്തിക്കൊണ്ട് പറയുമ്പോ ഞാൻ പറഞ്ഞോളാം. അവിടെ കേറിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി. അതിനുശേഷം നീ പോയാ മേടിച്ചാ കേട്ടാ. നീ മാറുന്നതാണ്. അപ്പൊ അവന് ചവച്ചറക്കാൻ അറിയാം. ഇതിവിടെ ഇങ്ങനെ കുട്ടിക്കുട്ടി വെച്ചേക്കാണ്. ഭയങ്കര സുഖമില്ലേ അതവിടെ ഇരുന്നത്. ചവച്ചറക്ക്, വെള്ളം കുടിക്ക്. അമ്മ കിഞ്ഞാരിപ്പിച്ച് വച്ചേക്കാണ് അവനെ. എനിക്കാരും ഇല്ലായിരുന്നു ഇതൊന്നും തരാനോ ഒന്ന് വാരിത്തരാൻ. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്, എനിക്ക് കഥ പറഞ്ഞതാ. അയ്യോ, കഥ പറഞ്ഞാലേ മോൻ കഴിക്കുള്ളൂ? ഓ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒന്ന് പാടിത്താ ചേച്ചി. പാടി നിനക്ക് കഥ പാടിത്തരണോ ഞാൻ? പറഞ്ഞതാ. പറഞ്ഞത് മൊത്തം കഴിക്കണം. ഒരു അപ്പത്തിന്റെ പാദ്യം കൂടെ കഴിക്കണം. ഓക്കെ, കഥ
എന്ത് വേണം? ഒരു പശുവിന്റെ കഥ. പശു? ദൈവമേ, നിനക്ക് വേറെ എന്തെല്ലാം പറയാടാ. പശു പശു പണ്ട് 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 ഒരു സ്ഥലത്ത് ഒരു മാമനും ഒരു പശു ഉണ്ടായിരുന്നു. അപ്പൊ ഈ പശുവിന് വലിയ കറവയില്ല. കറവാന്ന് വെച്ചാൽ പാല് പശുവിന്റെ പാലെടുത്ത് അത് വിറ്റല്ലേ നമ്മൾ പൈസ കിട്ടണേ. അപ്പൊ ഈ പശു അധികം പാലൊന്നും തരൂല. അപ്പൊ ഇയാൾക്ക് ഈ പശുവിനെ ോട് വലിയ ഇതില്ല, കാര്യം പാലില്ല, നഷ്ടത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ട് ചവച്ചിറക്ക് ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ബോർഡ് കണ്ട് കറുത്ത പശുക്കളെ ആവശ്യമുണ്ടെന്ന്. കറുത്ത പശുവിന് ആവശ്യമുണ്ട്. അപ്പൊ അവര് പൈസ തരുമായിരിക്കും, എന്തിനേലും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വിചാരിച്ച് കറുത്ത പശുവിനെ വേണം. പക്ഷെ ഇങ്ങനെ പശു കറുപ്പല്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്ത് പെയിന്റ് അടിച്ചിട്ട് കൊണ്ടുപോവാ. അതായത് അവരെ പറ്റിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ പശുവിനെ കറുത്ത പെയിന്റ് ഒക്കെ അടിച്ച് ഇതൊക്കെ ആക്കി കൊണ്ടുപോവാണേ. പൊയ്ക്കൊണ്ടിരുന്നപ്പോ മഴ പെയ്തു. ഭയങ്കര മഴ പെയ്താ എന്ത് പറ്റും? കളർ മൊത്തം പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ അവര് കണ്ട കറുത്ത പശുവിനെ ചോദിച്ചിട്ട് ഇവരിതാ വെള്ളയിൽ കറുത്ത പുള്ളിയുള്ള പശു പോളിപ്പോയി. പിന്നെ അങ്ങനെ വീണ്ടും ആ പശുവിനെ കൊണ്ട് തിരിച്ചുപോയി. ഇരട്ടി നഷ്ടമായ പശുവിനെ ഇത്രയും ദൂരം കൊണ്ടുവന്ന് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? പശുവിന്റെ പുറത്ത് പെയിന്റ് അടിക്കില്ല. അങ്ങനല്ല, നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. നമുക്ക് എന്താണുള്ളത് അതിൽ നമ്മൾ തൃപ്തിയായിരിക്കണം. അല്ലാതെ നമ്മൾ ആരും ആവാൻ വേണ്ടി ശ്രമിക്കരുത്. മനസ്സിലായോ? എന്റെ ദൈവമേ, ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല, മോന് കഥ പറയണം, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അങ്ങനെ പലതും കഴിഞ്ഞാൽ അവൻ തിന്നു. ഇന്ന് ചേച്ചി ചോറുന്നു. അപ്പം തന്നിട്ട് എങ്ങനെയുണ്ട്? തിന്നോ? എന്റെ കഥ എങ്ങനെയുണ്ടെന്ന് പറ. കഥയൊക്കെ നല്ലായിരുന്നോ? കഥയും പറഞ്ഞു തന്നോ? സൂപ്പർ ആയിരുന്നു. എന്തിന്റെ കഥയാടാ? എന്തിന്റെ കഥയാ? പശുവിന്റെയും ഒരു മാമന്റെയും. മതിയടി, അവന് മതിയായിരിക്കും. അവന് മതിയെന്ന് അവൻ പറഞ്ഞു. മതിയായി. മതിയായ നമ്മ പോയി കഴിക്കോ? പോയി കഴിക്കോന്ന് പറഞ്ഞു. ഇത് പിന്നെ അവൻ അത്രയൊന്നും തിന്നൂല. ഒരപ്പം തിന്നാ? ഒരപ്പമല്ലോ, ഒരപ്പവും എടുത്ത്. എടാ കള്ള, നീ കഥ പറഞ്ഞു തന്നാ പാതി അപ്പം കഴിക്കാന്ന് പറഞ്ഞില്ലേ നീ? കുഴപ്പമില്ല. ഇനി നീ വാ കഥ പറ. എനിക്കൊന്നും വേണ്ട. പിന്നെ ഇതുകൊണ്ട് കളയണോ? ഓരോ കാര്യങ്ങളും പൈസ കൊടുത്താണ് മേടിക്കണം. അങ്ങനെ ഇങ്ങനെയൊന്നും ചീത്താക്കാൻ പാടില്ല. അമ്മയ്ക്ക് അതിനുള്ള ഇതില്ലെന്ന് വെച്ചാ വന്നിരുന്നോ? എനിക്ക് വേണ്ട, ഞാൻ തിന്നു. എനിക്ക് വേണ്ട. വേണ്ട മുത്തേ. ഓ ഇത്രേ ഉള്ളൂ, തീർന്നു. വെള്ളം കുടിപ്പിക്കണേ. എന്തിനാ എനിക്ക് വെച്ചത്? നീ വന്നോ? കഴിച്ചായിരുന്നല്ലോ അല്ലേ? കഴിച്ചില്ല. ഹലോ ചേച്ചി. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. വെച്ചിട്ട് പുറത്ത് മുറ്റമൊക്കെ അടിക്കാനുണ്ടായി. അതാ കോള് കണ്ടിട്ട് ഇപ്പൊ നോക്കിയപ്പം മിസ് കോള് കണ്ടത്. ചുമ്മാ പറയല്ലേ? എന്റെ അമ്മേ, അപ്പൊ 4000 രൂപയോ? അയ്യോ, സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. ഞാനടുത്ത് പൈസ കിട്ടിയില്ലേ വീട്ടിൽ, ഉള്ള പൈസ പോവാതിരുന്നാ മതി എന്നായിരുന്നു പ്രാർത്ഥിച്ചേ. 4000 രൂപ കിട്ടിയോ? വേണ്ട 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 വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2000 രൂപ ഇങ്ങ് തന്നാ മതി. 2000 അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ടോ. അപ്പൊ മറ്റന്നാള് അതൊന്ന് വൈകുന്നേരം കൊണ്ട് തന്നാ മതി 2000 രൂപ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, റൊണാൾഡിനെ വിടാം. റൊണാൾഡ് വന്ന് മേടിച്ചോളും. അല്ല വേണ്ട, ഞാൻ തന്നെ വന്നോളാം. ശരി എന്നാ. എന്റെ പൊന്നെ മുത്ത, അമ്മയ്ക്ക് 4000 രൂപ കിട്ടിയടി. അതെ, എന്തൊരവസ്ഥയാണ് ഞാൻ ആലോചിക്കണേ. ഞങ്ങളെ ഒന്നുമില്ല, 4000 രൂപ കിട്ടി എനിക്ക്. എവിടുന്ന്? അത് പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങള് മീറ്റിങ്ങിന് പോയപ്പോ ലില്ലിപ്പെണ്ണ് വന്നില്ലായിരുന്നു? കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയപ്പോ അവിടെ മറ്റേ പാലക്കാടുള്ള ഇവരുടെ മറ്റേ സന്ധി ചേച്ചിയുടെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ, അവർക്കൊരു ബിസിനസ് ഉണ്ട്. നമ്മള് അവരുടെ ഒരു ഇതിനകത്തോട്ട് ഒരു 1000 രൂപയുടെ 2000 2 ദിവസം കഴിയുമ്പോ കിട്ടും. 2 ദിവസം കഴിയുമ്പോ 2000 കിട്ടാ 4000 കിട്ടും. അങ്ങനെ ഇരട്ടി പൈസ കിട്ടും.
ചേട്ടത്തി അതിനകത്തൊന്നും കൈ കൊടുക്കല്ല. ഫേസ്ബുക്കിനകത്തൊക്കെ എന്തോരം കാണുന്നതാ. ഇതൊന്നുമല്ല. ഇനി ഞാനപ്പോ എല്ലാ പെണ്ണുങ്ങളും കൊടുക്കുന്നു. അപ്പൊ എനിക്ക് നാണായിട്ട് പാടില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വെച്ചാൽ 2000 രൂപ അങ്ങ് എടുത്ത് കൊടുത്തു. അത് പോയില്ല, 4000 രൂപ ആയിരുന്നത്. 4000 രൂപ കിട്ടി. അവരുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് തിരിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ 2000 രൂപ അല്ലേ ഇട്ടത്, അപ്പൊ 4000 എനിക്ക് വേണ്ട, എന്റെ 2000 അങ്ങ് തന്നാൽ മതി, 2000 അതിനകത്തോട്ട് തന്നെ ഇടാൻ പറഞ്ഞു. മറ്റന്നാൾ ഇനിയും കിട്ടും 4000 രൂപ. അല്ല അത് 2000 അത് വന്നെന്ന് അവര് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ആഴ്ചയില് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഇട്ട് തരാന്ന് പറഞ്ഞു. ആഴ്ചയില് 2000 വെച്ച് 2, 4, 6 അപ്പൊ 6000 രൂപ ആഴ്ചയിൽ. എന്റെ ദൈവമേ, 10 ഒരു മാസം എങ്ങനെ പോയാലും ഒരു 40 രൂപ എന്തായാലും കിട്ടും എനിക്ക്. 40 എന്റെ ദൈവമേ, എന്താ ഞാൻ കേൾക്കുന്നത്? വയ്യ ഈശ്വര. അത് ചിലപ്പോ തുടക്കത്തിലൊക്കെ എങ്ങനെ തന്നിട്ട് പിന്നെ തരാതിരിക്കാനായിരിക്കും. ആ പെണ്ണിന്റെ കഴുത്തെ കിടക്കണ മാല കിടക്കുന്നത്, ഇത്രോളം മാല അവര് ഇങ്ങനെ ഉണ്ടാക്കിയതാ. അപ്പൊ അമ്മയ്ക്ക് 2000 രൂപ കിട്ടി, ലാഭം കിട്ടി. അല്ല പിന്നെ ഈ കുടുംബശ്രീയിലുള്ളവർക്ക് മാത്രമേ ചേരാൻ പറ്റത്തുള്ളൂ? ഇല്ല, ആർക്ക് വേണമെങ്കിലും ചേരാം. ഞാനിപ്പോ ഓർത്തേ ക്ലീറ്റോനെ കൊണ്ട് ഇടിപ്പിക്കാൻ, ലില്ലി പെണ്ണിനെ കൊണ്ട് ഇടിപ്പിക്കാൻ. കനകൻ സമ്മതിക്കുമെന്നറിയില്ല. കനകനെ കൊണ്ട് 1000 രൂപ ഇടിപ്പിക്കാൻ. കിട്ടിയ വിശ്വാസമാവുമല്ലോ. നിന്റെ പിന്നെ ഉണ്ടാവൂലല്ലോ, അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഇട്ടാ മതിയോ? അവരുടെ കയ്യിൽ കൊടുത്താൽ മതി, അവർ ആ സ്കീമിലോട്ട് ഇട്ടോളൂ. എന്തോ ഒരു പേര് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ച് നിനക്ക് തരാം. അപ്പൊ നീ വിശദമായിട്ട് അന്വേഷിക്കും. അല്ല 1000 രൂപയുടെ സ്കീമുണ്ടോ? 1000 500 എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ 1000 ഇട്ട 500 ഇട്ട് എനിക്ക് തോന്നുന്നു ഇരട്ടി ആവൂല എന്ന് തോന്നുന്നു. 1000 രൂപ ഇട്ടാൽ 1000 മുതൽ അങ്ങോട്ടാണ് ഇരട്ടി ആവുള്ളൂ. 500 ഇട്ടാണ്ട് 150 രൂപ അത്ര കണ്ട കയറുള്ളൂ. 1000 മുതൽ എത്ര ഇട്ടാലും ഇരട്ടി പൈസ. 2000 രൂപ 4000 രൂപ. നീ എന്തിനാ ഇപ്പൊ ഇത് അറിയണം? നിന്റെ വല്ല ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. ഞാനേ ഇടാനായിട്ട് ഒന്നുമില്ല. എന്റെ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചാക്കിയൊന്നും വേണ്ട. ഞാൻ ഒരു വാടകയ്ക്ക് കട എടുത്തു കൊടുത്ത് തന്നെ കമ്മീഷൻ മേടിക്കാൻ പോയത്. അത് പക്ഷെ നടന്നില്ല. കിട്ടിയായിരുന്നെ ഇപ്പം രൂപ 3000 എടുത്തിട്ട്. എന്റെ പൊന്നു മോനെ, നിനക്ക് അതിനൊന്നും വിധിയില്ല. നീ 150 രൂപ അരിയും സാധനങ്ങളും മേടിക്കാൻ തന്നെ 100, 150 നിന്നും ഇസ്കി എന്തെങ്കിലും അരിയുണ്ടയോ ഗോതമ്പുണ്ടയോ ഒക്കെ മേടിച്ച് 1000 രൂപ ഇതെവിടുന്നാ? ഇത് റോസ്മേരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കനകമ്മച്ചമ്പിടേന്ന് ഞാൻ മേടിച്ച. മറ്റേ മോട്ടിവേഷന്റെ ഇടയിൽ മേടിച്ചത്. അപ്പൊ നീ കൊടുത്തില്ലേ റോസ്മേരിക്ക്? അല്ല, മറ്റേ കടവാട കമ്മീഷൻ കിട്ടുമ്പോ കൊടുക്കാന്ന് വിചാരിച്ചേ. അത് കിട്ടിയില്ലല്ലോ. അപ്പൊ അയാള് പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അന്നേരം തരാമെന്ന്. അത്ര ദിവസം എനിക്ക് ചെലവിന് പൈസ ഇല്ല, 1-2 കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ഈ പൈസ ഇടാം. ഞാൻ പൈസ ഇത് നീ അവക്ക് കൊടുത്തുന്നല്ലേ? അത് മച്ചമ്പി എടുത്ത് പറയണ്ട. അതാ ഞാൻ പൈസ ഇട്ട കാര്യം മച്ചമ്പി എടുത്ത് പറയണ്ട. ഇതിപ്പോ ഇന്ന് ഇടുമ്പോ നാളെ 2000 കിട്ടുമല്ലോ. അപ്പൊ 2000 കിട്ടുമ്പോ റോസ്മേരിക്ക് നാളെ കഴിഞ്ഞ് അപ്പൊ അത് റോസ്മേരിക്ക് അയച്ചു കൊടുത്താൽ പോരെ. കാരണം അത് 2000 ഇട്ടപ്പോ 4000 ഇടാൻ പോണോ? ദൈവമേ, എല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ നടക്കുന്നു. അല്ല, എല്ലാം മനസ്സിൽ വിചാരിച്ച പോലെ നമ്മളിങ്ങനെ ഓരോ ഇത്തിരി പൈസ ഉണ്ടാക്കി അങ്ങനെ. അവരെ വിളിച്ചു പറ. അവരെന്താ വിളിച്ചു പറയാ? പിന്നെ റൊണാൾഡ് 1000 ഇതിനകത്ത് ചേരണ്ട പേര്. അവരോടൊന്നും പറയേണ്ട കാര്യമില്ല. അവര് പറയാതെ പിന്നെ അങ്ങനെ എനിക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റും? അമ്മയ്ക്കിടോ ഇത് ഇരട്ടിപ്പിക്കണ്ടേ? നിനക്കുണ്ടല്ലോ ഒരു മണ്ണരയുടെ ബുദ്ധി പോലും ഇല്ലേ? ഇവിടെ ഏതെങ്കിലും നാട്ടിലുണ്ടോ 1000 ഇട്ടാ 2000 പിറ്റേ ദിവസം തന്നെ കിട്ടുന്നത്? ഏതെങ്കിലും നാട്ടിലുണ്ടോ? നോട്ട് അടിക്കുന്ന മിഷ്യനോ? പാലക്കാട്ട പെണ്ണുങ്ങളുടെ കട്ടിമാല ഒരു 6000 4000 വെച്ച് നീ വല്ലതും കണ്ടിട്ടുണ്ടോ? അവരുടെ കട്ടിമാല 4000 അവർക്ക് എനിക്ക് തന്നതും കണ്ടു. നിങ്ങളോട് ഇപ്പൊ കുടുംബശ്രീയിൽ ആരാണ്ട് വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് 4000 കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്കീമല്ല, അതാണ് ബുദ്ധി. മനസ്സിലായില്ല? പറയാം. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടീനെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഇവിടെ പൊട്ടനും ചെട്ടിയതാ. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പൈസ നിങ്ങൾ അത് ഇടുന്നു തരുന്നു. അങ്ങനെയല്ല, ഏതാണ്ട് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പോലീസുകാരനെ റൊണാൾഡ് ചതിച്ച ആ റൊണാൾഡിനെ പോലീസുകാരന്റെ പെങ്ങള് ചതിക്കും. ആ ചതിയാണ് ഇപ്പൊ 1000 രൂപയിലിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ആങ്ങളയ്ക്ക് തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചതിച്ച് മേടിച്ചല്ല, അത് റോസ്മേരിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ആവശ്യമായിട്ട് മേടിച്ച. അത് കടവാ, അത് പിന്നെ കൊടുക്കുമല്ലോ. അത് എന്റെ വേറെ ഒരു പൈസ ഇല്ല. പൈസ അത് അങ്ങനെ ചെയ്യരുത്. തരൂല്ല മോനെ. അമ്മയുടെ ബുദ്ധി. ഇപ്പൊ എന്റെ ആങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കുവോ?